ഹലോ ഫ്രണ്ട്സ്, യുമിയൻ കേരളയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ നാളായി വീഡിയോസ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇത്തിരി ബിസി ആയിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയിലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അപ്പോൾ വാഗമണിലേക്കാണ് പോകുന്നത്. അവർ തൊടുപുഴയിൽ നിന്ന് വാഗമണിലേക്കാണ് പോകുന്നത്. ഞാനിവിടെ നിന്ന് ചെറുതോണി വഴി കട്ടപ്പനയിൽ നിന്ന് വാഗമണിലേക്ക് പോകാനുള്ള സെറ്റപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ട്രിപ്പിലുള്ള കാഴ്ചകളും അവിടുത്തെ റിസോർട്ടിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം 5 വർഷത്തോടെ ഞങ്ങൾ വർക്ക് ചെയ്യണ കൂടെ, പക്ഷേ ഇതുവരെ നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ആദ്യത്തെ ട്രിപ്പാണ് നമ്മുടേത്. എല്ലാവരും വേറെ സൈഡിൽ നിന്നാണ് വരണത്. ഞാൻ വേറെ ഞാൻ ഇടുക്കിയിലാണ്. അപ്പോൾ അത് കാരണം ഇടുക്കി വഴിയല്ല ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞത്, എല്ലാം എറണാകുളം സൈഡിൽ നിന്നാണ്, എറണാകുളം തൊടുപുഴ സൈഡിൽ നിന്നാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ അത് കാരണം അവർ വേറെ റൂട്ടാണ്. അല്ലെങ്കിൽ കൂടെ തന്നെ എല്ലാവരും മുമ്പ് പുറകെയൊക്കെ ഉണ്ടായിരുന്നു തന്നെ. പക്ഷേ ഇതങ്ങനെയല്ല. ഞാനിപ്പോൾ ഒറ്റക്ക് ഈ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കട്ടപ്പനയിൽ പോയിട്ട് കുറച്ച് എനിക്ക് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ആ ഷോപ്പിംഗ് കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്ത്. അപ്പോൾ കട്ടപ്പനയിലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഞാൻ വാഗമണിലേക്ക് പ്രൊസീഡ് ചെയ്യുകയാണ്. ഇവിടെ ജിയോ മാർട്ട് ഉണ്ട് കട്ടപ്പനയിൽ. അപ്പോൾ അവിടുന്നാണ് ഷോപ്പിംഗ് മൊത്തം ചെയ്തത്. ഇന്ന് നല്ല ചൂടുണ്ട് ഇവിടെ. യൂഷ്വലി കട്ടപ്പനയിൽ അത്ര ചൂട് വരാറില്ല, പക്ഷെ ഇന്ന് നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് പോണ വഴിയിലെ കാഴ്ചകൾ മൊത്തം കാണാം. ആൾക്കാരുടെ പ്രധാന കൃഷി എന്ന് പറയുന്നത് ഏലമാണ്. റോഡ് സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും കാണാം ഏലകൃഷി. ഏലത്തിന്റെ പ്രത്യേകത അത് കാണാൻ നല്ല ഭംഗി. പയ്യെ വാഗമണിന്റെ കാഴ്ചകൾ തുടങ്ങിയിട്ടുണ്ട്. ഏലത്തോട്ടങ്ങൾ മൊത്തം കാണാൻ തുടങ്ങി. ഒരാളെ കിട്ടി, ഫ്രണ്ടിൽ പോണ ആ സ്വിഫ്റ്റ് നമ്മളിവിടെ വർക്ക് ചെയ്യണ ഒരാളാണ്.
കഴിഞ്ഞു. എൻ്റെ കൂടെ എൻ്റെ ടീംമേറ്റ് ബെൽവിനും ജോയിൻ ചെയ്തു. ഫുഡ് അടി കഴിഞ്ഞ് നമ്മൾ ഇനി റിസോർട്ടിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. റിസോർട്ടിലേക്ക് ഉണ്ട്. ഈ പയ്യെ നമ്മൾ ഇറങ്ങി സാധനങ്ങൾ മൊത്തം നമ്മുടെ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ കുളി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോണ വഴിയാണ്. വീഡിയോ കുളി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണാണ്. ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇനി അകത്ത് വെള്ളം നിറയ്ക്കാൻ പോവുകയാണ്. ഇനി നെക്സ്റ്റ് പരിപാടിയിലോട്ട് വെള്ളത്തിലേക്ക് പോവുകയാണ്. അതെ. അപ്പൊ ഞാൻ കുറച്ച് ഗെയിമൊക്കെ തെറ്റുന്നത് അതൊന്നും നടക്കത്തില്ല. ഇനി ഗെയിമൊന്നും അത് നടക്കത്തില്ല. നമുക്കിനി
കാലത്ത് നമ്മൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ നോക്കി. ഇവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ രാത്രി അടിപൊളിയായിരുന്നു. ഡാൻസും ഒക്കെ ആയിട്ട് ക്യാമ്പ് ഫയറൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പോഴും അതിൻ്റെ സ്മോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക്. ബാക്കി ടീമുകൾ നടന്നിട്ടൊക്കെ വന്നു തോന്നുന്നു. ശരി, ഞങ്ങൾ നടന്നിട്ട് വരാം. ഭംഗി കണ്ടിരിക്കാം. വളരെ അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തേക്കുന്ന ഒരു പ്ലേസാണ് ഈ റിസോർട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇഷ്ടംപോലെ കാര്യങ്ങൾ വെൽ അറേഞ്ച്ഡ് ആണ്. നല്ല തണുത്ത കാറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓ, ഇന്നലെ രാത്രി ഇത്രയും തണുപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് തണുപ്പ് ശരിക്കും തണുപ്പായത്. അതെ, അല്ലേ, ഇന്നലെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ നല്ല തണുത്ത കാറ്റും ചെവിയൊക്കെ തണുത്തു. നല്ലൊരു വൈബാണ് ഇവിടെ നിർമ്മിച്ചത്. ഫുള്ള് അങ്ങനെ കാണാൻ പറ്റും മലകളും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു ചെറിയ കുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പയ്യെ കയറാമെന്ന് വിചാരിച്ചു. കാരണം നല്ലൊരു വ്യൂ പോയിന്റ് ആയിരിക്കും അത്. പിന്നെ നടന്നു. അപ്പോൾ നമ്മൾ പയ്യെ തിരിച്ച് പോകണേണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തിരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിപ്പോകാൻ. ഇനി ലേറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല. എല്ലാവരും പയ്യെ പയ്യെ ഇറങ്ങി തുടങ്ങി.
ഇപ്പോൾ നമ്മളുള്ളത് നാടുകാണി വ്യൂ പോയിന്റിലാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വന്നത്. നമുക്ക് നോക്കാം ഇവിടുത്തെ വിശേഷങ്ങൾ. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. അത്രയും ഇവിടുന്ന് അത്രയും ആഴമുണ്ട് താഴത്തേക്ക് നോക്കുമ്പോൾ. ഓക്കെ, ആണ് നാടുകാണി വ്യൂ പോയിന്റ്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു പേടി പോലെ. മൊത്തം മരങ്ങളും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. നാടുകാണിയായിരുന്നു നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ ബാക്കി എല്ലാവരും വേറെ വഴിക്ക് പോയി. ഞാനും ടീമിനും ചെറുതുണി വഴിയാണ് പോകാൻ നിൽക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇതുപോലെ എന്തെങ്കിലും ട്രിപ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യും.